നാളെ രാവിലെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി, ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സർവ്വസന്നാഹങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരുന്ന് ഏതോ ഒരു ഒളി കേന്ദ്രത്തിലിരുന്ന് അതിൻ്റെ നീക്കങ്ങൾ വളരെ ശക്തമായി. പെൺകുട്ടിക്കെതിരായ തെളിവുകൾ ഓരോ ദിവസവും പുതിയ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വഴി കോടതിയിൽ നൽകി ഏത് വിധേനയും മുൻകൂർ ജാമ്യം നേടുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തവും ആ രീതിയിൽ തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് ഏറ്റവും അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി. ആ പരാതി എന്ന് പറയുന്നത് നേരത്തെ അതിജീവിത നേരിട്ടത് ഒരു ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് രീതിയിലുള്ള മാനസിക വ്യഥ, ശാരീരിക മാനസിക വ്യഥയെങ്കിൽ അതിനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് അറിയിച്ചു അല്ലെങ്കിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഇമെയിലായി ഈ പരാതി KPCC നേതൃത്വം ഇന്ന് ഉച്ചയോടുകൂടി KPCC നേതൃത്വത്തിന് പരാതി ലഭിച്ചു. ഈ പരാതി രണ്ടാമത് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ തന്നെ ഭാഷ്യത്തിൽ ഇതിൽ പെൺകുട്ടിയുടെ പേര് വിവരങ്ങളൊന്നും വെച്ചിട്ടില്ല. കാരണം ഈ പെൺകുട്ടി തൻ്റെ ഐഡൻറ്റിറ്റി ഈ സമയത്ത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് താൻ കേരളത്തിന് പുറത്തു നിന്നാണ് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കഥയൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി തന്നെ പറയുന്നു, മുമ്പ് താൻ ഈ പരാതി KPCC നേതൃത്വത്തിന് നൽകിയിരുന്നു ഇമെയിലായി. എന്നാൽ ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഔദ്യോഗികമായി ഒരു പരാതി ഒരു യുവതിയിൽ നിന്നും ലഭിച്ചിട്ടില്ല, പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല എന്ന് കേട്ടു. അത് കേട്ടപ്പോൾ തനിക്ക് മാനസികമായി വലിയ രീതിയിൽ തനിക്കത് മനോവ്യഥയുണ്ടാക്കി. അതുകൊണ്ടാണ് താൻ ആ പരാതി ഒരിക്കൽ കൂടി അയച്ചത്. മാത്രമല്ല ഇത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതി അയച്ചിട്ടുണ്ട് ഇമെയിലായി തന്നെ. അതിൻ്റെ കോപ്പിയാണ് വീണ്ടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് അയച്ചിരിക്കുന്നത്. അതിൽ ആ പെൺകുട്ടി താൻ നേരിട്ട പീഡനങ്ങൾ എന്തായിരുന്നു എന്ന് കൃത്യമായി തന്നെ ആ പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ 23 വയസ്സാണ്. ഇപ്പോൾ പെൺകുട്ടി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നു, പരിചയപ്പെടുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം പല ഘട്ടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു സൗഹൃദം തോന്നുന്നു. പിന്നീട് ഇൻസ്റ്റഗ്രാം വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു. ആ മെസ്സേജുകൾ കാലക്രമേണ ഒരു സൗഹൃദത്തിലേക്കും വലിയ രീതിയിലുള്ള സൗഹൃദത്തിലേക്കൊക്കെ മാറുകയും രാഹുൽ തന്നെയാണ് ഈ പെൺകുട്ടിയോട് ഇൻസ്റ്റഗ്രാം നമ്പർ ആവശ്യപ്പെടുന്നു, അതായത് ടെലഗ്രാം നമ്പർ ആവശ്യപ്പെടുന്നു. തൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വേറെ താൻ തന്നെ നിർദ്ദേശിക്കുന്ന അഡ്മിനുകളൊക്കെയാണ്. അതുകൊണ്ട് പെൺകുട്ടിയോട് സ്വകാര്യമായി ചാറ്റ് ചെയ്യുകയും സംഭാഷണങ്ങൾ അത് തികച്ചും സ്വകാര്യമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പെൺകുട്ടിയുടെ ടെലഗ്രാം നമ്പർ ആവശ്യപ്പെടുകയും അങ്ങനെ ആ ടെലഗ്രാമിലൂടെ ഇവരുടെ സൗഹൃദം വലിയ രീതിയിൽ അത് വളരുകയും ഒക്കെ ചെയ്തു. വിവാഹ വാഗ്ദാനം, താൻ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അഭ്യർത്ഥിക്കും. അങ്ങനെ ഇരുവരും പ്രണയത്തിലാവും, രണ്ടുപേരും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു. എന്നാൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസിലെ അധ്യക്ഷനോ അത്തരത്തിലുള്ള ചുമതലകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും എടുത്തു പറയത്തക്ക ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു യുവാവായതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും വക്താവുമൊക്കെ ആയപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ വീട്ടുകാർ ഈ രാഹുലിനെ കാണാനായി വരാമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഒരു വെക്കേഷനിൽ പെൺകുട്ടി വീട്ടുകാരും മൊത്തം ഇവിടെ നാട്ടിൽ വരുന്നൊരു സമയത്ത് അതിനു മുൻപ് രാഹുൽ ഈ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. അതനുസരിച്ച് രാഹുലിൻ്റെ വീട്ടിലേക്ക് എന്ന രീതിയിൽ ഈ രാഹുലിൻ്റെ ഒരു സുഹൃത്ത് നൈനാൻ, ഫെനി നൈന, ഈ ഫെനി നൈന നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ്. പലപ്പോഴും രാഹുലിൻ്റെ പല കേസുകളിലൊക്കെ, അതായത് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഈ ഫെനി നൈനാനാണ് ആ കേസിലൊരു പ്രതി. ഒപ്പം തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മത്സരിക്കുന്ന സമയത്ത് നീല ട്രോളി വലിയ രീതിയിൽ വിവാദവും പണവുമായി നീല ട്രോളിയിൽ പണം വന്നു എന്ന് പറയുന്ന വിവാദം ഉണ്ടാകുന്ന സമയത്തും ഈ ഫെനി നൈനാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് രീതിയിലുള്ള ക്രൈമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് രാഹുൽ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഏറ്റവും അടുത്ത അനുയായിയുമാണ് ഈ പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരിക്കുന്ന ഈ ഫെനി നൈന. രാഹുൽ എവിടെയൊക്കെ ഇങ്ങനെ അകപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഫെനി നൈനാനെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. ആ ഫെനി നൈനാൻ്റെ പേര് കൂടി ചേർത്തുകൊണ്ടാണ് ഈ കുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഫെനി നൈനാൻ കാറുമായി വരുന്നു, അവിടെ കാർ ഓടിച്ചിരുന്ന ഫെനി നൈനാനായിരുന്നു. ആ കാറിൽ രാഹുൽ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ കുട്ടി കയറ്റുന്നു ഈ പെൺകുട്ടി. എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഒഴിഞ്ഞിടത്തേക്ക് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ ക്രൂരമായി, തൻ്റെ സമ്മതമോ കൺസെൻറ്റോ ഒന്നുമില്ലാതെ അതിക്രൂരമായി തന്നെ ബലപ്പെടുത്തുന്നു. അവിടെ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷേ വിവാഹം കഴിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഫെനി നൈനാൻ്റെ ആ കാറിൽ തന്നെ ഈ
പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഈ സംഭവം നടന്നോളൂ, ഈ കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ രീതിയിലൊരു ക്രൂരമായ പീഡനം താൻ അവിടെ ഏൽക്കേണ്ടി വന്നു. അതിനുശേഷം രാഹുലിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. പിന്നീട് തന്നെ വിളിക്കാതെയാകുന്നു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്നീട് രാഹുൽ പിന്മാറി എന്നാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. പിന്നീട് താൻ മാനസികമായും ശാരീരികമായും താൻ നേരിട്ട വേദനകൾ ആ പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. അതിനുശേഷം താൻ ഡോക്ടറുടെ സഹായം വരെ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഒരു പരാതി രാഹുൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയിക്കുന്നു. അവിടെ ഈ പെൺകുട്ടി പറയുന്നത് താൻ ഇപ്പോൾ ഈ പരാതിയുമായി വരുന്നത് സമാനമായ രീതിയിൽ നിരവധി പേരെ ഈ പേർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമാനമായ പീഡനം നേരിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് പൊതുസമൂഹത്തിൽ അറിയണം. അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന് ഇയാൾക്കെതിരെ ജാഗ്രതയും മുൻകരുതലും. ഇങ്ങനെ ഒരു വ്യക്തിയെ ഈ നേതൃനിരയിൽ ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യമായി അറിയിക്കേണ്ട രീതിയിൽ ഔദ്യോഗിക തലത്തിൽ താൻ അറിയിക്കുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. അപ്പോഴും ഈ പെൺകുട്ടി പരാതിക്കാരി പറയുന്നത് ഒരു അതിജീവിത ധൈര്യപൂർവ്വം വന്നപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ നേരിടുന്ന ഒരു ആക്രമണം, സൈബർ ആക്രമണം താൻ കാണുന്നു. പക്ഷേ KPCC അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ പരാതി താൻ വീണ്ടും നൽകിയത് എന്ന രീതിയിലാണ് ഈ കുട്ടി പറയുന്നത്. പക്ഷേ ഇതിനകത്ത് രാഹുലിനെ കുരുക്ക് മുറുകുന്നത് ഇതൊരു ബലാത്സംഗ പരാതിയാണ്, ഈ പീഡനം നടന്നു, അതിൻ്റെ ഒരു വ്യക്തിമാണ് എന്ന രീതിയിൽ ഈ നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നു ഈ പരാതി. എന്തുകൊണ്ട് നേതൃത്വം കണ്ണടച്ചിരുന്നു? ഇപ്പോഴും നേതാക്കളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതിയില്ല എന്ന് പറയുന്നു. ഈ പരാതിയുടെ ഏറ്റവും അവസാനത്തെ വാചകമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ പെൺകുട്ടി പറയുന്നു, തൻ്റെ ഐഡന്റിറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ തന്നെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്.